ഹായ്. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനം. ഇതിൽ നമ്മൾ മുമ്പുള്ള വീഡിയോകളിൽ അഡീഷൻ റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അതുപോലെ പോളിമറൈസേഷൻ, തെർമൽ ക്രാക്കിംഗ്, കമ്പസ്റ്റൻ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ടേബിൾ ഉണ്ട് ടെക്സ്റ്റിൽ 2.4. അതിൽ complete the table 2.4 related to the chemical reactions of hydrocarbons. അപ്പോൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ള കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ആ റിയാക്ഷൻ്റെ പേര് എന്താണ്, ആ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇവിടെ CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് 2H2. അപ്പോൾ ഈ CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമേ ഉള്ളൂ. അപ്പം ഈഥൈൻ എന്ന് വിചാരിക്കാം, പക്ഷെ ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ്, അപ്പം ഈഥൈനാണ്. അതിൻ്റെ കൂടെ 2 ഹൈഡ്രജൻ മോളിക്യൂൾസ് H2 ആണ്, അവിടെ ഹൈഡ്രജൻ മോളിക്യൂൾസും ആണ്, അതായത് 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ. അപ്പോൾ ഇതിന് 4 ഹൈഡ്രജൻ ആറ്റങ്ങളും കൂടെ കിട്ടിയാൽ ഇതൊരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്, ഇത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിട്ട് മാറും. അതായത് CH3 സിംഗിൾ ബോണ്ട് CH3 എന്നായിട്ട് മാറും. അപ്പോൾ എണ്ണം നോക്കുക, ഇവിടെ 1, 1, 2, 2, 4, 6 ഹൈഡ്രജൻ ആറ്റം. ഇവിടെ 6 ഹൈഡ്രജൻ ആറ്റം കിട്ടിയാൽ നമ്മുടെ ഈഥൈനായിട്ട് മാറും. അപ്പോൾ ഇവിടെ 2H2 ഇതിൻ്റെ കൂടെ കൂടി ചേരുവാണ് ചെയ്തത്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ പേര് അഡീഷൻ റിയാക്ഷൻ. ഇനി അടുത്തത് CH2Cl2 പ്ലസ് Cl2. വീണ്ടും ഇതിൻ്റെ കൂടെ Cl2 ചേർന്നു, പക്ഷെ അതുകൊണ്ട് ഇത് അഡീഷൻ റിയാക്ഷൻ ആവണമെന്നില്ല. ഇപ്പോൾ CH2Cl2 എന്നുള്ളത് അവിടുത്തെ ഈ H2നെ നമുക്ക് മാറ്റാം. കാരണം സൺലൈറ്റ് ആണ്. നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ കേസിൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചാണ്, ക്ലോറിൻ വന്ന് ചേരുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ അതുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ ആ ഭാഗത്ത്. അപ്പോൾ ഇവിടെ ഇത് മാറുന്നത് CHCl3 ആയിട്ട് മാറി. കാരണം ഇവിടെ HCl ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ HCl വരുന്നു, പിന്നെ ഇതിൻ്റെ കൂടെ Cl2 ചേരുന്നു. ഈ H, ഇവിടെ ഒരു H ഉണ്ട്, ഈ CH2ലെ Hഉം ഒരു Cl2ലെ ഒരു ക്ലോറിൻ ആറ്റവും അതും കൂടി ചേർന്നിട്ട് HCl ആയിട്ട് വേറൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഈ Hനെ ഒരു Hന് പകരം ഒരു ക്ലോറിൻ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ HCl ആയിട്ട് ഇതിലെ ഈ H2ലെ ഒരു H HClൻ്റെ കൂടെ പോയി, ഇവിടുത്തെ Cl2ൽ ഒരു ക്ലോറിൻ ആ Hൻ്റെ കൂടെ ചേർന്നിട്ടാണ് ഈ HCl ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ Cl2 വന്നതിൽ ഒരു ക്ലോറിനാണ് മിച്ചമുള്ളത്, അത് ഇതിൻ്റെ കൂടെ ചേർന്നു. അപ്പോൾ ഇത് CHCl3 ആയി. അപ്പോൾ ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ മാറ്റി പകരം ഒരു ക്ലോറിൻ വന്നു. അതിൽ നിന്ന് വ്യക്തമാണല്ലോ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഒരു ഹൈഡ്രജനെ, ഈ CH2ൽ ഒരു ഹൈഡ്രജനെ മാറി പകരം ഇതിലെ ഒരു ക്ലോറിൻ ആറ്റമാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് CH3Cl3 ആയി പ്ലസ് HCl. അപ്പോൾ ഹൈഡ്രജനെ മാറ്റി ക്ലോറിൻ വന്നപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇനി അടുത്തത് CH2 ഡബിൾ ബോണ്ട് CH2. ഇവിടെ N എന്ന് കാണുമ്പോഴറിയാം ഒന്ന് മാത്രമല്ല, കൂടുതലുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് CH2 സിംഗിൾ ബോണ്ട് CH2 ആണ്. പക്ഷേ അത് ഒരു റിയാക്ഷൻ മാത്രമല്ല, സൈഡിലേക്ക് വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ചെയിനായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് മോണോറുകൾ ചേർന്നിട്ട് ഒരു വലിയ ഒരു പോളിമർ ഉണ്ടാവുന്നു. കാരണം ഇവിടെ വരുന്നതെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ മോളിക്യൂൾസ് ചേർന്നിട്ട് വലിയൊരു സംഭവം ഉണ്ടായിട്ട് മാറുന്നു. അപ്പോൾ CH2 കൊണ്ട് തീരുന്നില്ല, കാരണം ഇവിടെ 2 വരയിട്ടുണ്ട്. കാരണം അതിൻ്റെ അർത്ഥം അപ്പുറത്തും ഇപ്പുറത്തും വേറെ സാധനങ്ങൾ ഉണ്ടാവാം. ഇവിടെ ഒരു N കൊടുത്തേക്കാം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പറയാം, പോളിമറൈസേഷൻ. ഇനി നാലാമത്തെ CH4 മീഥൈൻ പ്ലസ് എന്താന്ന് പറഞ്ഞിട്ടില്ല, CO2. അപ്പോൾ നമ്മൾ പഠിച്ച പ്രകാരം CO2 ആണെങ്കിൽ ഇപ്പുറത്ത് പ്ലസ് H2O ഉണ്ടാവണം. ഇനി അത് എത്ര മോളിക്യൂൾ ഉണ്ടാവും? CH4ൻ്റെ കൂടെ നമ്മൾ വെറുതെ ഒരു O2 കൊടുത്താൽ, തൽക്കാലം ഞാൻ വെറുതെ ഒരു O2 കൂടെ എഴുതുന്നു, കറക്റ്റ് അല്ല,
അപ്പോൾ ഇവിടെ CO2 കഴിഞ്ഞു. പക്ഷെ വീണ്ടും നമുക്ക് H2O വേണമെങ്കിൽ വീണ്ടും ഓക്സിജൻ വേണം. അപ്പോൾ ഒരു O2 കൊണ്ട് കാര്യം നടക്കില്ല. അപ്പോൾ 2O2. CH4 + 2O2. CO2 വന്നപ്പോൾ ഈ ഒരു O2 തീർന്നു. ഇനി നമുക്ക് വീണ്ടും ഓക്സിജൻ വേണം. ഇവിടെ H4 ഉണ്ട്. ഇവിടെ H വേണ്ട. അപ്പോൾ 2 ഹൈഡ്രജൻ, അതായത് 2 H2 വേണം. ഇവിടെ ഒരു O2 ഉണ്ട്. അപ്പോൾ 2H2O എന്ന് എഴുതിയാൽ ഇത് കറക്റ്റ് ആവും. 2 ഓക്സിജൻ, നമ്മൾ 2O2 ആണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഒരു O2 ഉണ്ട്. ഇനി ഒരു O2 മിച്ചമുണ്ട്. അതാണ് ഇവിടെ 2O ആയിട്ട് കിടക്കുന്നത്. പിന്നെ ആകെ 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അതായത് 2 ഹൈഡ്രജൻ മോളിക്യൂൾസ്. അപ്പോൾ ഇവിടെ 2H2 വന്നാൽ അത് 4 ഹൈഡ്രജൻ ആറ്റമായി. അപ്പോൾ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്, ശരിയായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിത് കമ്പഷൻ പഠിച്ചപ്പം CH4 വന്നു, ഇവിടെ കൊടുക്കേണ്ടത് ഓക്സിജൻ ആയിരിക്കും എന്നറിയാം. ഇവിടെ CO2 കിട്ടി, ഇവിടെ H2 ആയിരിക്കും എന്ന് നമുക്കറിയാം. കാരണം CO2 + H2 ആണ് അതിൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ എത്ര CO2 എത്ര O2 എന്ന് നമുക്കറിയണം. ഇവിടെ CO2 ഒന്നെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി O2 ആണെന്ന് നമുക്കറിയാം, പക്ഷേ O2 എത്ര എണ്ണം വേണം. അതുപോലെ ഇവിടെ പ്രൊഡക്റ്റിനാകുമ്പോൾ H2 ആണെന്നറിയാം, പക്ഷേ എത്ര H2O ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്ക് വേണ്ട റിയാക്റ്റൻസിലുള്ള മോളിക്യൂൾസ് എത്ര, അല്ലെങ്കിൽ ആറ്റങ്ങളുടെ എണ്ണം എണ്ണി നോക്കിയാലും മതി. പിന്നെ പ്രൊഡക്റ്റിൽ എത്ര എണ്ണം കിട്ടുന്നുണ്ട്, ഇത് ബാലൻസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ കറക്റ്റായി. ഇനി വെറുതെ ഇക്വേഷൻ അല്ലാതെ വെറുതെ എഴുതാനാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് + H2 എന്ന് നമുക്ക് ആൻസറായി. പക്ഷേ എത്ര ഓക്സിജൻ O2 എന്ന് എഴുതിയാൽ പോരാ, 2O2 കൂടെ വേണം. എത്ര ഓക്സിജൻ വരുന്നുണ്ട്, എത്ര H2O വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എണ്ണം നോക്കുക, ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതിനകത്തൊന്നും ഇത് എന്ത് റിയാക്ഷൻ ആണെന്ന് മനസ്സിലായി കാണും. കാരണം O2 ചേർന്നു, ഓക്സിജൻ ചേർന്നപ്പോൾ കത്തുന്നുണ്ടാവും. അപ്പോൾ CO2 + H2 കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ, അതായത് കമ്പസ്റ്റൻ. ഇത് കമ്പസ്റ്റൻ റിയാക്ഷൻ ആണ്. ഇനി അതിൽ 5ാമത്തെ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടെ H2 തന്നിട്ടുണ്ട്. CH3 ആണ് ആവുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ഈഥൈനാണ്. നമുക്ക് ഇവിടെ ഈഥൈൻ എഴുതി നോക്കാം. CH എന്ന് എഴുതുന്ന ബോണ്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ 2 H2 ചേർന്നിട്ട്, അതായത് 2 ഹൈഡ്രജൻ ആറ്റം വന്നപ്പോഴാണ് നമുക്കിവിടെ CH3 എന്ന് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇതിനേക്കാളും ഓരോ ഹൈഡ്രജൻ ആറ്റം കുറവായിരിക്കും നമ്മുടെ ക്വസ്റ്റിനകത്ത് വരേണ്ടത്. അപ്പോൾ ഇത് CH2, ഇത് CH2 ആണ്. അപ്പോൾ CH2 നമുക്ക് ഏതായാലും സിംഗിൾ ബോണ്ടിൽ പറ്റില്ല. അപ്പോൾ ഡബിൾ ബോണ്ട് കൊടുക്കുക. ഇനി നോക്കുക, കാർബൺ ശരിയാണ്. CH2 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ നമുക്കുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് 6 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഇവിടെ H2 ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 ഈ തീനാണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടുപിടിക്കേണ്ട സാധനം. അതിൻ്റെ പ്രോഡക്റ്റ് ഈഥൈനായിട്ട് മാറി. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്, ഡബിൾ ബോണ്ടാണ്. ഇതിൻ്റെ കൂടെ ഹൈഡ്രജൻ ചേർന്നു, അപ്പോൾ സഫിഷ്യൻ്റ് ആയിട്ട് ഹൈഡ്രജൻ എത്തി. അപ്പോൾ ഇത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ടായിട്ട് മാറി. അപ്പോൾ ഇത് അഡീഷൻ റിയാക്ഷൻ. ഇനിയുള്ളത് സം ഇമ്പോർട്ടൻ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. മെത്തനോൾ, എത്തനോൾ, അതുപോലെ ആൽക്കഹോളിൻ്റെ നിർമ്മാണം, ഇതിനെക്കുറിച്ചൊക്കെയാണ് വരുന്നത്. അതും കൂടെ ഇന്ന് പറഞ്ഞാൽ വല്ലാണ്ട് നീളമായി പോകും. അതുകൊണ്ട് സം ഇമ്പോർട്ടൻ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.